ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഈ രണ്ടാം വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത്, അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ ഒരു എവിക്ഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ പുറത്തു പോകാനായിട്ട് നമ്മുടെ നോമിനേഷൻ ലിസ്റ്റിൽ ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് അവരെ പറ്റി സംസാരിക്കാം. ഇവരൊക്കെ തന്നെ ആയിരിക്കും ഇന്നൊരു എവിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു എവിക്ഷനിൽ എവിക്റ്റായി പുറത്തു പോകാനായിട്ട് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോ നമ്മുടെ ലിസ്റ്റിൽ എന്താണ് ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ഏകദേശം 10ഓളം വരുന്ന കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അവരുടെ പേരൊക്കെ ഒന്ന് പറയാം. ഷൈത്യ സന്തോഷ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പാനി ശരത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഷിസേൽ തക്രാർ ഉണ്ടായിരുന്നു, നെവിൻ ഉണ്ടായിരുന്നു, നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു, RJ ബിൻസി ഉണ്ടായിരുന്നു, നമ്മുടെ ആര്യൻ കത്തോരിയ ഉണ്ടായിരുന്നു, അനുമോൾ ഉണ്ടായിരുന്നു, ആദിലയും നോറയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കണ്ടസ്റ്റൻസിൽ നിന്ന് ഈ ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു എവിക്ഷനിൽ പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള 3 കണ്ടസ്റ്റൻസിനെയാണ് ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ കാണുന്നത്. അതിൽ ഒന്നാമത്തെ പേര് ഷൈത്യ സന്തോഷാണ്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത് RJ ബിൻസി ആണ്. RJ ബിൻസി കഴിഞ്ഞാൽ നമ്മുടെ ആദിലയും നോറയും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന 3 കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. മറ്റുള്ളവരെടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പാനി ശരത്തായാലും നമ്മുടെ പറയുന്ന ബിന്നി സെബാസ്റ്റ്യൻ ആയാലും ആര്യൻ ആയാലും അനുമോൾ ആയാലും ഈ പറയുന്ന എല്ലാവർക്കും അത്യാവശ്യം ഫാൻ ബേസും സപ്പോർട്ടേഴ്സും ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. ബാക്കിയുള്ള നമ്മുടെ RJ ബിൻസി, ആദില, നോറ, ഷൈത്യ സന്തോഷ് ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ഇതിനു മുന്നുള്ള നോമിനേഷനിൽ വന്നവരുമാണ്. അപ്പൊ അതിനകത്തുനിന്ന് തന്നെ ഏകദേശം തട്ടിമുട്ടിയൊക്കെയാണ് ഇവര് കയറി പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു എവിക്ഷനിൽ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3 കണ്ടസ്റ്റൻസ് ആണ് ഷൈത്യ സന്തോഷും RJ ബിൻസി, ആദില, നോറ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു എവിക്ഷനിൽ എവിക്റ്റായി പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു എവിക്ഷനിൽ പുറത്തു പോകാൻ പോകുന്നതെന്ന്. എന്തൊക്കെയാണെങ്കിലും എവിക്ഷൻ മുന്നിൽ ലാലേട്ടന് ചെയ്തു തീർക്കാനായിട്ട് ഒരുപാടധികം കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ട്. കാരണം അത്രമാത്രം പ്രശ്നങ്ങളായിരുന്നു ഈ ഒരു വീക്കിൽ. പക്ഷെ അനുമോളെയും നമ്മുടെ ഷിസേൽ തക്രാറിനെയും ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമായി പോയി, അതിലൊതുങ്ങിപ്പോയി പ്രശ്നങ്ങൾ. അനീഷിനെ ബന്ധപ്പെട്ടും ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പല കണ്ടസ്റ്റൻസും അവിടെ എന്താണ് ചുമ്മാ ഇരിക്കുമായിരുന്നു ഒരു വീക്കിൽ. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ രേണുസുതിയൊക്കെ ഈ ഒരു വീക്ക് അനങ്ങിയിട്ടില്ല. ഇതിനു മുമ്പത്തെ വീക്ക് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അത്യാവശ്യം ആക്റ്റീവായിട്ട് എന്താണ് ബിഗ് ബോസിന് വേണ്ട കോണ്ടന്റുകളൊക്കെ കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വീക്കിൽ അനങ്ങിയിട്ടില്ല പുള്ളിക്കാരത്തി. ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് ഈ കണ്ട സപ്പോർട്ടേഴ്സും കാര്യങ്ങളൊന്നും കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് എന്താണ് ഒരു സത്യം തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും അടുത്തൊരു വീക്കെൻഡ് വരെ എന്താണ് ഗെയിം മുന്നോട്ട് പോകുന്നതെന്ന്. എന്തൊക്കെയാണെങ്കിലും വൈൽഡ് കാർഡ് എൻട്രിക്കുള്ള ഒരു സ്കോപ്പ് കാണുന്നുണ്ട്. കാരണം ഇവരെ കൊണ്ട് ഇനി ഇത് ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്